പെൻഷനായിട്ട് ബന്ധപ്പെട്ട് വിവിധ അറിയിപ്പുകളാണ് വിവിധ ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നത്. എങ്കിലും നമുക്ക് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സഹകരണ സംഘങ്ങളോട് സഹകരണ ബാങ്ക് കൺസ്ട്രക്ഷൻ രൂപീകരിച്ച് കടമെടുത്തു. 3000 കോടി രൂപ കടമെടുക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് ക്രിസ്മസിന് മുമ്പ് വിതരണം തുടങ്ങി ക്രിസ്മസിന് തൊട്ട് മുമ്പ് അവസാനിപ്പിക്കുന്ന രീതിയിലായിരിക്കും വിതരണം. സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായി ഈ തുക മാറുകയും ചെയ്യും. വിതരണത്തെ സംബന്ധിച്ച് രീതികൾ മാത്രമാണ് പുറത്തു വരാനുള്ളത്. അതുമാത്രമല്ല, തുകയും സർക്കാരിലേക്ക് എത്തിച്ചേരണം. ഇതിൻ്റെ നടപടി മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത്. നാളുകളായിട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പെൻഷൻ കുടിശ്ശികയാണ്. ഇത് വിതരണം ചെയ്യുന്നതനുബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല. സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ വിവിധ മേഖലയിൽ നിന്ന് വിവിധ പ്രതിസന്ധികളാണ് സർക്കാരിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം അധികം വൈകാതെ തന്നെ ഈ പെൻഷനും 1-2 മാസത്തെ വിതരണം ചെയ്യും. നമുക്കറിയാം, മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം പെൻഷൻ വിതരണം മുടങ്ങാതെ സർക്കാർ എത്തിക്കുന്നുണ്ട്. കൂടാതെ 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം നവംബർ 6-ന് നേരത്തെ തന്നെ ഒരു ഗഡു വിതരണം ചെയ്തത് കുടിശ്ശികയാണ്. അപ്പോൾ നവംബർ മാസത്തിന് ഡിസംബർ മാസത്തിനും ചേർത്താണ് ഡിസംബർ മാസത്തിൽ 3200 രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുക. മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരുന്നവരെല്ലാവരും മസ്റ്ററിങ് ചെയ്യാത്തവർ ഇനി എത്രയും പെട്ടെന്ന് പോയി 1-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ ടൈമുള്ളൂ. എത്രയും പെട്ടെന്ന് പോയി മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. ഇനി എല്ലാ വീട്ടിലും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. കാരണം അർഹതയില്ലാത്ത കുറേ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാരിനോട് പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ കർശന നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെച്ചേക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ക്ഷേമ പെൻഷൻ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് ബെല്ലൈക്കൺ അമർത്തി കാത്തിരിക്കുക. ഞാനിടുന്ന ഒരു വീഡിയോ നിങ്ങളെ തേടിയെത്തും. എല്ലാവിധ സർക്കാർ അറിയിപ്പാണ് ഈ വീഡിയോയിൽ വേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം.